ജൻസി പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പിയുടെ നിലപാടല്ല ആർ എസ് എസിന് എന്നാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത്. ഇപ്പോൾ മുംബൈയിൽ വെച്ച് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് വിദ്യാർത്ഥികളെ കേൾക്കുന്നു. ഈ യുവാക്കളെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്നുവെന്ന് മോഹൻ ഭാഗവത് പറയുന്നു. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് കേൾക്കേണ്ടതാണെന്ന് പറയുന്നു, ന്യായമാണെന്ന് പറയുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭം ദേശവിരുദ്ധമല്ല എന്ന് മോഹൻ ഭാഗവത് പറയുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഭരണകൂടം അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്നൊക്കെയാണ് മോഹൻ ഭാഗവത് പറയുന്നത്. പക്ഷേ ഇപ്പുറത്താണെങ്കിൽ ബി ജെ പി ഭരണകൂടവും അവരുടെ പോലീസും ഈ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ വേട്ടയാടുകയും അവർക്കെതിരെ കേസെടുക്കുകയും എടുത്ത കേസുകൾ പിൻവലിക്കാതിരിക്കുകയും ആ രീതിയിൽ ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ ആർ എസ് എസ് ഇപ്പുറത്ത് വേറൊരു സമീപനവുമായി മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അജിംസ്, അപ്പോൾ ഇത് ബോധപൂർവം രണ്ട് നിലപാടെടുക്കുന്നു എന്നതാണോ, അതോ ആർ എസ് എസിന് ശരിക്കും അങ്ങനെ ഒരു നിലപാടാണുള്ളത്, ബി ജെ പി മറ്റൊരു വഴിക്ക് നീങ്ങുന്നു എന്നതാണോ കാണേണ്ടത്? എന്താണ് ഈ മോഹൻ ഭാഗവത്തിൻ്റെ പ്രതികരണത്തിൽ മനസ്സിലാകുന്നത്? മുംബൈയിലാണ് നടന്നത് ഈ പരിപാടി. അപ്പോൾ അത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് ഫോർ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ ജൻസിയുമായിട്ടുള്ള സംവാദം സംഘടിപ്പിച്ചത്. ഒരു ടൗൺ ഹാൾ പ്രോഗ്രാമാണ്. അത് ഒരാൾ ചോദ്യം ചോദിക്കുന്നു, മോഹൻ ഭാഗവത് മറുപടി പറയുന്നു. അതിപ്പോൾ ആർ എസ് എസ് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണോ അല്ല ഇവരിങ്ങോട്ട് ആവശ്യപ്പെട്ടാണോ പരിപാടിയാണെന്ന് നമുക്കറിയില്ല. ഇവരാണ് അത് സംഘടിപ്പിച്ചത്. അപ്പോൾ വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെയുള്ള ഒരു സദസ്സുണ്ടായിരുന്നു. ഞാനീ പറഞ്ഞ സംഘടനയുടെ ഹെഡ്, അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഒരാളാണ് ചോദ്യം ചോദിക്കുന്നത്. ചെറുപ്പക്കാരനാണ്. അപ്പോൾ അയാൾ അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത്. അങ്ങനെ ആർ എസ് എസിനെ ബുദ്ധിമുട്ടിലാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ ചോദിച്ചിട്ടില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിൽ. അതിൽ രസം എന്താ വെച്ചാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജൻസിയുമായി ആർ എസ് എസ് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് അവരുമായി പരസ്യമായി സംവാദത്തിന് തയ്യാറായത്? അറിയില്ല. മുസ്ലിം സംഘടനകളുമായിട്ട് സംവാദം നടത്തിയത്, പക്ഷേ സംവാദമല്ല നടത്തിയത്, ഒരു ചർച്ചയാണ്. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാൻ വേണ്ടി ആർ എസ് എസ് അവരെ വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്, പരസ്യമായ സംവാദമല്ല. അപ്പോൾ അതിനർത്ഥം എന്തോ അറിയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല, അതായത് ജൻസിയിൽ നിന്ന് എന്തോ അറിയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല അവർ. പക്ഷെ അവർക്ക് പറയാനുള്ളത് ജൻസി കേൾക്കണം എന്നുള്ളതാണ് ആർ എസ് എസിന് താല്പര്യം. ആ പരിപാടിയിൽ നിന്ന് വ്യക്തമാണ്. അതല്ലെങ്കിൽ ഇവരെന്താണ് പറയുന്നത് കേൾക്കാനാണെങ്കിൽ ഒരു ചർച്ച നടത്തിയാൽ മതി, രഹസ്യ ചർച്ച നടത്തിയാൽ മതി. ഇതല്ല പ്രശ്നം. അവരെന്താണ് പറയുന്നത് ഇവർക്കറിയാം, ആർ എസ് എസിന് അറിയാം. ആർ എസ് എസ് പറയുന്നത് ജൻസി കേൾക്കണം എന്നുള്ളതാണ് ആ പരിപാടിയുടെ ഉദ്ദേശം. അതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. രസകരമായൊരു അങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുകയും ജൻസി പ്രൊട്ടസ്റ്റിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ആ പ്രൊട്ടസ്റ്റ് ജെന്വിനാണ് എന്ന് ആർ എസ് എസ് മേധാവി പറയുന്നു. അതിൽ ആൻറ്റി നാഷണൽസ് ഇല്ല എന്ന് പറയുന്നു. അത് ഹമാര ബച്ചാഹെ, ഇതെല്ലാം നമ്മുടെ മക്കളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ആരും സമരം ചെയ്തിട്ട് ആർ എസ് ഇതുവരെ ഇവർ നമ്മുടെ ആളുകളാണെന്ന് പറഞ്ഞിട്ടില്ല. അവരൊക്കെ മറ്റവരാണ് എന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ആളാണ്, ഈ സമരം പരിഹരിക്കപ്പെടേണ്ടതാണ്, കേൾക്കേണ്ടതാണ് എന്ന് ആർ എസ് എസ് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജൻസി പ്രൊട്ടസ്റ്റ് യഥാർത്ഥത്തിൽ ഭരണകൂടത്തെ, ആർ എസ് എസിനെ, സംഘപരിവാറിനെ, ആ എക്കോസിസ്റ്റത്തെ മുഴുവൻ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവരെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്. അവർ ഇത്രയും നാൾ പണിയെടുത്തത്, എത്രയോ പതിറ്റാണ്ടുകളായി പണിയെടുത്താണ്. ആർ എസ് എസ് അതിൻ്റെ 100ാമത്തെ വാർഷിക ആഘോഷിച്ചതാണ് കഴിഞ്ഞ വർഷം. 100 വർഷം പിന്നിട്ട് ആർ എസ് എസ് ഒരു പക്ഷേ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതായിരിക്കും. മുൻപ് അവർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല, അവരുടെ ആശയങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല, സൊസൈറ്റിയിൽ അവർക്ക് സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അവർ ഉണ്ടാക്കിയെടുത്ത് 10-90 വർഷത്തിന് ശേഷമാണ്, 90 വർഷം പണിയെടുത്തിട്ടാണ് അവർ അത് ചെയ്തത്. അങ്ങനെ ചെയ്ത് അവരുടെ സംഘടനയായ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ, രാഷ്ട്രീയ പാർട്ടിയായ അധികാരത്തിൽ വരുമ്പോൾ, വന്ന് 12 വർഷം കഴിയുമ്പോൾ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു 35 വയസ്സ് വരെയുള്ള യുവാക്കളാണ് ഈ രാജ്യത്തെ 60%-ലധികം ജനസംഖ്യയിലുള്ളത്. അതായത് ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം അവർക്കെതിരെ തിരിയുന്നു എന്നൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. 60% പേരും ആർ എസ് എസിനെയും ബി ജെ പിനെ എതിർക്കുന്നു എന്നതിനുള്ള അർത്ഥം. ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഭാഗം സംഘപരിവാറിനെ എതിർക്കുന്നു, ആർ എസ് എസിൻ്റെ ഐഡിയോളജി എതിർക്കുന്നു, അവരുടെ വിഭജന രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്നു, അവരുടെ സർക്കാരിനെ എതിർക്കുന്നു. ഇതൊരു പ്രശ്നം തന്നെയാണല്ലോ. 100 കൊല്ലം പണിയെടുത്തിട്ട് അവസാനം കൊണ്ട് ഒന്നുമില്ലാതാവുന്ന അവസ്ഥ. ഒരു തലമുറയെ തന്നെ അവർ മാറ്റിയെടുത്തിട്ടാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത്. അവരുടെ ഐഡിയോളജിക്ക് സ്വീകാര്യത ഉണ്ടാക്കിയെടുത്തിട്ടാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോഴും രാജ്യത്തെ 50%-ലധികം പേര് ഈ പറയുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ 50%-ലധികം പേര് അപ്പോഴും ആർ എസ് എസ് ഐഡിയോളജി ഒപ്പം നിൽക്കുന്നില്ല. എങ്കിൽ പോലും അവർ അധികാരത്തിൽ വന്ന് 12 വർഷമായിട്ട് അധികാരത്തിൽ തുടരുന്നു. ഒരു സമഗ്രാധിപത്യ സ്വഭാവത്തോടെ ഭരണം തുടരുമ്പോൾ ഒരു വിഭാഗം പൗരന്മാർ തെരുവിലിറങ്ങി അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, അവരുടെ രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്നു. അവരുടെ മുമ്പിൽ മറ്റു വഴികളില്ല. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇവരുടെ അസംതൃപ്തി കേൾക്കുക, കേട്ട് ഞങ്ങൾ നിങ്ങളെ കേൾക്കുന്നുണ്ട്, നിങ്ങളെ എതിർക്കുന്നവരല്ല, ഞാൻ നിങ്ങളെ പാകിസ്ഥാനികളെന്നോ ചൈനക്കാരന്മാരെന്നോ വിളിക്കുന്നവരല്ല,
നിങ്ങൾ ഞങ്ങളുടെ ആളുകളാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുക. അതാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ പെട്ടുപോയത് കങ്കണ റണാവത്ത് ഉൾപ്പെടെയുള്ള ഓരോ ആൾക്കാരാണ്. കങ്കണ റണാവത്ത്, നിഷികാന്ത് ദുബെ പോലുള്ള BJP MP-മാരാണ് പെട്ടുപോയത്. കാരണം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഇവർ സമരക്കാരിൽ ആൻറ്റി നാഷണൽസ് എന്നാണ് നിഷികാന്ത് ദുബെ പറഞ്ഞത്. കങ്കണ റണാവത്ത് ഒരു പരിധി കൂടി കടന്ന് ഹിന്ദു ലടിക്കുക, എന്താണ് ഗട്ടർ കൾച്ചറാണ്, അത് കുറച്ച് ഇവർ അധിക്ഷേപിക്കുകയാണ്. ഒരു സംസ്കാരമില്ലാത്ത ജനറേഷനാണ് ഈ ജെൻസി എന്ന് പറഞ്ഞിട്ട് അവർ അധിക്ഷേപിച്ചാണ്. ഇന്ന് കങ്കണ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മോഹൻ ഭാഗവത് ഇവരെ പിന്തുണച്ചു സംസാരിച്ചതോടുകൂടി ഇന്ന് മാറ്റി പറഞ്ഞു. അങ്ങനെ ഞാൻ ജനറലൈസ് ചെയ്ത് ശരിയായില്ല, കുറച്ച് പേരെന്തെങ്കിലും ചെയ്ത് 10-14 പേരെന്തെങ്കിലും ചെയ്താൽ എല്ലാവരെയും പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അവർ മാറ്റി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഈ പ്രശ്നം കുറേ കൂടി ഗൗരവമുള്ളതാണ്. ചുരുക്കി പറഞ്ഞത് ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റാണ്. ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കാം. RSS 100 വർഷമായി പണിയെടുത്തിട്ടാണ് ഇന്ന് കാണുന്ന ഇന്ത്യയെ മാറ്റിയെടുത്തവർ. മുമ്പുണ്ടായിരുന്ന ഇന്ത്യയെ അവർ മാറ്റിയെടുത്തതാണ്. മെല്ലെ 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 ചെയ്ത പണിയാണ്. അത് തുടർച്ചയായ 3 ടേം ഭരണത്തിലേക്ക് BJP-യുടെ ഭരണത്തിലേക്ക് എത്തുന്നു. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവർ ഹൈജാക്ക് ചെയ്യുന്നു. ഇന്ത്യയിൽ ഇനിയൊരു മാറ്റം സാധ്യമല്ല, ഒരു പിന്നോട്ട് പോക്ക് സാധ്യമല്ലാത്ത വിധം ഇന്ത്യ മാറിക്കഴിഞ്ഞതായും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പരമവൈഭവത്തിലേക്ക് നടന്നിറങ്ങുന്നതുമായിട്ട് എല്ലാവരും വിശകലനം ചെയ്യുകയാണ്. അതിപ്പോൾ ഉടൻ സംഭവിക്കും, ഭരണഘടന സസ്പെൻഡ് ചെയ്ത് എല്ലാം കളയും, ഇതൊരു റിലീജിയസ് സ്റ്റേറ്റായി, ഒരു തിയോളജിക്കൽ സ്റ്റേറ്റായി, RSS എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലത്തെ രാജ്യമായി മാറുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നിടത്ത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ജനസംഖ്യയിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം അല്ലെങ്കിൽ ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ വന്നിട്ട് സമരം ചെയ്യുന്നു. ഇവരെ കേൾക്കാൻ RSS നിർബന്ധിതരാകുന്നു, BJP ഡിഫൻസിലാവുന്നു, അമിത്ഷാ പാർലമെൻറ്റിൽ നിന്ന് ഒളിച്ചോടുന്നു. ഇതൊരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റാണ്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കുന്നതാണ് നമ്മൾ മുമ്പ് സംസാരിച്ച ബീഹാറിലെ ബങ്കിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. ബങ്കിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം അങ്ങനെ കാര്യമായിട്ട് ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അത് വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു റിസൾട്ടാണ്. അതിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, അഖിലേഷ് യാദവ് പറഞ്ഞത് അവിടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കാൻ BJP അനുവദിച്ചതുകൊണ്ടാണ് അവിടെ പ്രശാന്ത് കിഷോർ ജയിച്ചത്. അതല്ലെങ്കിൽ BJP ജയിക്കുമായിരുന്നു. ഒന്ന്, കാരണം EVM-ൻ്റെ വിശ്വാസത്തെ ഇപ്പോൾ നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് ബങ്കിപ്പൂർ അവർ വിട്ടുകൊടുത്തതാണെന്ന് പറയും. അതല്ല, വേറൊരു നറേറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇത് RSS-ൻ്റെയും BJP-യുടെയും വോട്ട് ബാങ്ക്, അവരുടെ സപ്പോർട്ട് ബേസിൽ വലിയ തോതിലുള്ള അസംതൃപ്തി ഉണ്ടാക്കുന്നു. അവിടെ 3 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അവിടെ തുടർച്ചയായി 3.5 പതിറ്റാണ്ടായി BJP മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ അവർ RJDക്ക് അല്ല വോട്ട് ചെയ്തത്, ഇന്ത്യ മുന്നണിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. RJDക്ക് എത്ര വോട്ടാണോ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ആ വോട്ട് എപ്പോഴും കിട്ടിയിട്ടുള്ളൂ. ആ വോട്ട് അങ്ങനെ തന്നെ പ്രശാന്ത് കിഷോറിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? അതായത് ഇത് BJPയുടെ വോട്ട് ബാങ്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, നിങ്ങൾ നിർത്തിക്കോ, ഇത് ഞങ്ങൾക്ക് മടുത്തു എന്ന് BJPയുടെ വോട്ട് ബാങ്ക് അവർക്ക് മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നു ആര്? അമിത്ഷാ മനസ്സിലാക്കുന്നു, നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു, RSS മനസ്സിലാക്കുന്നു. അവരുടെ മുമ്പിൽ ഇനിയുള്ള ഒരേ ഒരു വഴി ഡയലോഗിൻ്റേതാണ്. ഇതുവരെ ഡയലോഗ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. അത് RSS-നും ഇല്ല, BJP-ക്കും ഇല്ല. സമരം ചെയ്താൽ അവിടെ ഇന്ന് സമരം ചെയ്യും, ലാത്തി കൊണ്ട് അടി കൊള്ളും, അല്ലെങ്കിൽ വെടികൊണ്ട് കൊള്ളും, പെല്ലറ്റ് കൊള്ളും, വീട്ടിൽ പോവും. ഞങ്ങളിത് പിന്മാറാൻ പോകുന്നില്ല, ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് നടപ്പാക്കും. ഞങ്ങളുടെ നയങ്ങളെ ചോദ്യം ചെയ്താൽ ഞങ്ങൾ ആൻറ്റി നാഷണലാക്കും, പാകിസ്ഥാൻകാരാക്കും, പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് പറയും. ഞങ്ങൾ എന്തും ചെയ്യും, പിടിച്ച് UAPA ചാർത്തി അകത്തിടും, ഇതെല്ലാം ചെയ്യും. അതല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് മുന്നിൽ ഞങ്ങൾ മുട്ടുമുടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതിപ്രതാപവാന്മാരായ സംഘപരിവാർ ഇന്ന് എന്ത് ചെയ്യുന്നു? അവർ മുട്ടിൽ നിൽക്കുന്നു. മുട്ടിൽ നിന്ന് നിങ്ങളെ കേൾക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റാണ്. അതിനോടുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇന്നലെ CJPയുടെ മീറ്റിംഗ് ഇന്നലെ കൺക്ലൂഡ് ചെയ്തവർ 2 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. അവർ പറഞ്ഞു, വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളിതാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങാൻ പോകുന്നു, ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സിനെ വേണം, കേഡേഴ്സിനെ വേണം, രാജ്യം മുഴുവൻ ഞങ്ങൾ ക്യാ ബോൾത്തി ഹേ പബ്ലിക് എന്നൊരു ക്യാമ്പയിൻ തുടങ്ങുന്നു. അതായത് പബ്ലിക് എന്താണോ പറയുന്നത് ഞങ്ങൾ കേൾക്കാൻ തീരുമാനിക്കുന്നു. ആര്? RSS കേൾക്കാൻ തീരുമാനിച്ചതുപോലെ തന്നെ, ജെൻസി കേൾക്കാൻ തീരുമാനിച്ചതുപോലെ തന്നെ ഞങ്ങൾ ജെൻസികൾ പബ്ലിക്കിനെ കേൾക്കുന്നു. അത് നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കണം. ഞങ്ങൾ ജെൻസികൾക്ക് അറിയാൻ എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇനി ഞങ്ങൾ പബ്ലിക്കിനെ കേൾക്കാൻ പോവുകയാണ്. ഇവിടെ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല പ്രശ്നമുള്ളത്, അൺഎംപ്ലോയ്മെൻറ്റ് പ്രശ്നമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവയുടെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇല്ലാതായ സ്ഥലത്ത് മുൻപ് ജനങ്ങളാണ് ആർക്ക് വോട്ട് നൽകി ആരെ ഭരണത്തിലേറ്റെന്ന് തീരുമാനിച്ചതെങ്കിൽ ഇപ്പോൾ ഭരണകൂടം ആര് വോട്ട് ചെയ്യണമെന്ന് ഭരണകൂടം തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അഭിജിത്ത് ദീപ്കെ പറയുന്നു. അതായത് ജെൻസി അവരുടെ പ്ലാറ്റ്ഫോം വലുതാക്കുകയാണ്, അവരുടെ പോർമുഖം വിശാലമാക്കുകയാണ്, അവർ വ്യത്യസ്ത വിഷയങ്ങളെ ടേക്കപ്പ് ചെയ്യുകയാണ്. ഈ വിഷയങ്ങളെല്ലാം നേരത്തെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമോ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, അത് അവർ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇത് കൈവിട്ടു പോവുകയാണെന്ന് സംഘപരിവാർ നന്നായി അറിയാം. ഇപ്പോൾ ഇന്ന് ഈ ബോംബെയിൽ നടത്തിയ പരിപാടിയിൽ കുറച്ച് പേരോട് അവർ സംസാരിച്ചു, അതൊക്കെ ശരി തന്നെ. ആ സംസാരിച്ചപ്പോൾ പോലും
അവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ വലിയ കൈയടിയായിരുന്നു പരിപാടിയിൽ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, RSSൽ എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളില്ലാത്തത് എന്നൊരു ചോദ്യം ഈ ആങ്കർ ചോദിക്കുകയാണ്. മോഹൻ ഭാഗവത് പറയുന്നു, അത് RSS ഉണ്ട്, അത് നിങ്ങൾക്ക് കൃത്യമായി വിവരങ്ങളില്ലാത്തതുകൊണ്ടാണ്. വിവരം കിട്ടുമ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. RSS ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനൊരു ചോദ്യം ഉയരില്ലായിരുന്നു, എന്തുകൊണ്ട് സ്ത്രീകളില്ല എന്നാരും ചോദിക്കില്ലായിരുന്നു. സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. പക്ഷേ RSS സ്ത്രീകളുടേതായ ഒരു വേറെ വേദിയുണ്ട്, രാഷ്ട്രീയ സേവികാ സമിതി എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുണ്ട്. അപ്പോൾ ഇയാൾ വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് RSSന് ഉന്നതാധികാര ബോഡികളൊന്നും സ്ത്രീകളില്ലാത്തത്? അല്ല, ഞങ്ങൾ അവരുടെ നാഷണൽ എക്സിക്യൂട്ടീവിൽ ക്ഷണിക്കാറുണ്ട്, അവരെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇൻഡക്റ്റ് ചെയ്തുകൂടെ നിങ്ങൾക്ക് ഇതിലേക്ക്? അത് ഞങ്ങളങ്ങനെ പറയും. പക്ഷെ അവർ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അവരാവശ്യപ്പെടുവാണെങ്കിൽ നമുക്ക് ചേർക്കാമെന്നാണ്. അത് അതിവിദഗ്ധമായിട്ട് ഒഴിഞ്ഞു പറഞ്ഞു. അതുപോലെ LGBTQ റൈറ്റ്സിനെ പറ്റിയും സെയിം സെക്സ് മാരേജിനെ പറ്റിയും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് RSS അതിനെ എതിർക്കുന്നത്? അപ്പോൾ വളരെ തന്ത്രപരമായി, ഇത് സമൂഹമാണ് നിയമം ഉണ്ടാക്കേണ്ടത്, നിയമം സമൂഹത്തെ ടീച്ച് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഈ ആളുകൾ മുഴുവൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മാറ്റാം എന്നുള്ള രീതിയിൽ തന്ത്രപരമായ ഒഴിഞ്ഞോറാണ്. RSS ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളത് ഒരിക്കലും മുഖവിലയ്ക്ക് എടുക്കുകയേ ചെയ്യരുത്. അവർ പുറത്ത് പറയുന്നതല്ല അകത്ത് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. ഒരു കാലത്തും അങ്ങനെ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഇനി പുരോഗമന വേഷം ധരിച്ചു ഇനി RSS വരും, ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ആൾക്കാരാണെന്ന് പറഞ്ഞു വരും. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ അവരുടേതായ മോട്ടീവ്സ് ഉണ്ടാവും. അതുകൊണ്ട് മോഹൻ ഭാഗവത് ആ പരിപാടിയിൽ പറഞ്ഞ് മൊത്തം നമുക്ക് മുഖവിലടിക്കാൻ കഴിയില്ല. അത് പറയും, ചില സമയത്ത് പറയും. ഈ പരിപാടി തന്നെ പറയുന്നുണ്ട്, പാകിസ്ഥാനും ചൈനയും നമ്മുടെ ശത്രു രാജ്യങ്ങളല്ല, നമ്മളൊക്കെ ഒരുമിക്കണം. അപ്പോൾ ഈ പരിപാടിയുടെ സംഘാടകർ തന്നെ ലോകത്തെ രാജ്യങ്ങൾ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ചൊരു സംഘടനയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിക്കണം, നമ്മൾ അവരിൽ നിന്ന് ശത്രുക്കളായിട്ട് കാണരുത് എന്നാണ്. ചൈനയെ പറ്റി നല്ലത് പറയുന്നു. ചൈന 2000 വർഷം പഴക്കമുള്ളൊരു കൾച്ചറാണ് എന്ന് പറയുന്നു, അവരെ പുകഴ്ത്തുന്നു. പാകിസ്ഥാൻ നമ്മുടെ തന്നെ കൾച്ചറുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ RSS എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇല്ല. അപ്പോൾ ഈ പറയുന്നതൊക്കെ എന്താണ്? RSSൻ്റെ യഥാർത്ഥ ഐഡിയോളജി ജെൻസിയോട് പറഞ്ഞാൽ അവരത് അവിടെ വെച്ച് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അവരെ എതിർക്കുകയും ചെയ്യുന്ന അവർക്കറിയാം. അപ്പോൾ ജെൻസിക്ക് കൂടി കമ്പാറ്റബിൾ ആയിട്ടുള്ള ചില മറുപടികൾ പറയുന്നു. നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണെന്ന് പറയുന്നു, നമ്മൾ വിഭജന രാഷ്ട്രീയമില്ല എന്ന് പറയുന്നു. അതിനെപ്പറ്റി ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. അതായത് വേറൊരു RSSൻ്റെ മുഖം, ഒരു സൗമ്യ മുഖം ജെൻസിയുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് അവരെ വശത്താക്കാൻ നോക്കുന്നതാണ് RSS ചെയ്യുന്നത്. എത്രമാത്രം ഫലപ്രദമാണെന്ന് നമുക്കറിയില്ല. ഈ പറയുന്ന വീഡിയോകളുടെയൊക്കെ അടിയിൽ വരുന്ന കമൻസ്, ജെൻസിയുടെ തന്നെ കമൻസ് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഒന്ന് മോദിയോട് പോയി പറഞ്ഞുകൂടെ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ RSS അവരുടെ പണിയെടുക്കുകയാണ്. അവരെ സംബന്ധിച്ച് ആ ഒരു ക്രൈസിസാണ്. ഇപ്പോൾ അമിത്ഷാ പാർലമെൻറ്റിൽ വരാത്ത പ്രതിപക്ഷത്തെ പേടിച്ചിട്ടാണെന്ന് പലരും പറയാറുണ്ട്. പ്രതിപക്ഷം ചോദ്യം ചോദിക്കാൻ മറുപടി, അമിത്ഷായ്ക്ക് പ്രതിപക്ഷത്തോട് മറുപടി പറയാനൊന്നും ഒരു ഭയമില്ല. അദ്ദേഹം വേണ്ടി വന്നിട്ട് നെഹ്റുവിനെ 4 കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ സമരം ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോകാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമിത്ഷാ എന്ത് പറഞ്ഞാലും അദ്ദേഹം കുഴപ്പത്തിലാവും എന്നുള്ളതാണ്. ഒന്ന്, സമരക്കാരെ കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സമരക്കാരെ അടിച്ച പോലീസിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പോലീസ് ചെയ്തിയെ ന്യായീകരിക്കാൻ കഴിയില്ല. ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സപ്പോർട്ട് ബേസ്, BJPയുടെ സപ്പോർട്ട് ബേസ് അസ്വസ്ഥരാകും. അപ്പോൾ ഇതൊരു വല്ലാത്ത ഡൈലമയിലാണ് സംഘപരിവാറുള്ളത്. ആ ഡൈലമ പരിഹരിക്കാനുള്ള ഒരു സ്ലോ ശ്രമം, വളരെ ചെറിയൊരു ശ്രമമാണ് RSS ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ മോദിയും അമിത്ഷായും ഇവിടെ മിണ്ടാതിരിക്കുന്നതോട് ശ്രദ്ധിക്കുക. അവർക്കൊന്നും പറയാനില്ല. മോദി എന്തൊക്കെയോ റീൽ ഉണ്ടാക്കി ചെയ്യുന്നു, അത് ആളുകൾ എടുത്തിട്ട് ട്രോളുന്നു. മോദിയുടെ റീലുകൾ, ഇൻസ്റ്റാഗ്രാം റീലുകൾ ആളുകൾക്ക് ട്രോളുമാണ്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മോദി വിരുദ്ധ ഈ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിനോടനുബന്ധിച്ച് വന്ന മുഴുവൻ റീലുകളും മെറ്റ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മെറ്റയുടെ മേധാവി ഒന്ന് അമിത്ഷാ സർക്കാരിനെ കണ്ടിരുന്നു, സർക്കാരുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ എല്ലാ റീൽസും എടുത്ത് മാറ്റിക്കഴിഞ്ഞു. ഒന്നും കാണാനില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങനെ പോകും. ജെൻസിയോട് ഒരേ സമയം സംസാരിക്കുക, ജെൻസിയുടെ പ്രൊട്ടസ്റ്റിനെ, ജെൻസിയെ വായടപ്പിക്കുക, ഇത് രണ്ടും ഒരുമിച്ച് അങ്ങനെ പോകുന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. പക്ഷേ BJPയും RSSും സമീപകാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഡയലമയിലാണ്, പ്രതിസന്ധിയിലാണ്. നിഷാദ്, അപ്പോൾ ഈ ജെൻസി സമരത്തിൻ്റെ കാര്യത്തിൽ BJPയെ തിരുത്തുകയാണോ RSS? ഒന്നുമല്ല, ചുമ്മാ. RSS എന്ന് പറയുന്ന സംഘടന ജെൻസിയോട് സംസാരിക്കാൻ വരുന്നു, ജെൻസിയുടെ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നു ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ RSSനുള്ള ശേഷിയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. RSS എന്ന് പറയുന്ന സംഘടന എന്താണ്? അതൊരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, ഞങ്ങളുടേതല്ലാത്ത മതമൊന്നും പാടില്ല എന്ന് വിചാരിക്കുന്ന, ഞങ്ങളുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ പുനർനിർവചിക്കണമെന്ന് വിചാരിക്കുന്ന, ഇന്ത്യൻ രാഷ്ട്ര പതാക എന്ന് പറയുന്ന സാധനം ദേശീയ പതാക എന്നത് മാറ്റി ഭഗവദ്ധ്വജമാക്കണം എന്നാഗ്രഹിക്കുന്ന, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് എല്ലാ കാലവും മുഖം തിരിഞ്ഞു നിന്ന, ഒരു ഏകാധിപത്യ രാഷ്ട്രവും പ്രസിഡൻഷ്യൽ ഭരണവും സ്വപ്നം കാണുന്ന ഒരു രാജ്യത്തിന് ആരോടാണ് ഡയലോഗ് സാധ്യമാവുക? ഡയലോഗിന് ശ്രമിക്കുന്നതാണ് ജിംസ് പറഞ്ഞത്. ഡയലോഗ് പറ്റുമോ അവരെ കൊണ്ട്? ഒരു സമഗ്രാധിപത്യ ഐഡിയോളജിയുള്ള ഒരു പ്രസ്ഥാനത്തിന്
അതായത് ഈ നാട്ടിൽ ഒരു മതമാണ് വേണ്ടത്, ആ മതത്തിൻ്റെ വിശ്വാസം, ചിന്താധാര, സംസ്കാരം എന്നിവ മാത്രമേ ഇവിടെ പാടുള്ളൂ. ആ മതത്തെ പരമമായി അംഗീകരിക്കാത്ത ആളുകൾക്ക് ഒന്നുകിൽ ഇവിടെ അടിമകളെ പോലെ കഴിയാം, അല്ലെങ്കിൽ ഇവിടം വിട്ടുപോകാമെന്ന് എഴുതിയ ഗുരുക്കന്മാരുള്ള ഒരു സംഘടനയ്ക്ക് പുതിയ കാലത്തെ ചെറുപ്പക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമന രാഷ്ട്രീയത്തോടെ എങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റും? അവർ പറയുന്ന പോലെ മനസ്സിലാവുമോ ഈ വയോവൃദ്ധന്മാർക്ക്, ഈ മോഹൻ ഭാഗവതിനെ പോലുള്ള ആൾക്ക്? അദ്ദേഹം ഇപ്പോൾ ആക്ട് ചെയ്യാണ്. ജെൻസി, നമ്മുടെ കുട്ടികൾ, നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു, നിങ്ങളെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കും എന്നെ ഒരു ഡ്രാമ സ്റ്റേജ് ചെയ്യാണ്. അല്ലാതെ അവരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. മോദിയെ കൊണ്ട് പറ്റുമോ? എന്താണ് ഈ പുതിയ തലമുറ ചിന്തിക്കുന്നതെന്ന് മോദിയോ മോദിയുടെ കൂടെയുള്ള ആളുകൾക്കോ മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ജന്തർ മന്ദറിൽ വന്ന ഈ ചെറുപ്പക്കാർ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകളുടെ രാഷ്ട്രീയം എന്താണ്? അവർ മുന്നിൽ കാണുന്ന ഒരു ജീവിത ദർശനം എന്താണ്? അവർക്ക് അവരുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സ്വപ്നവും വിഭാവനവും എന്താണ്? ഇവർക്ക് മനസ്സിലാവുമോ? ഇവർക്ക് മനസ്സിലായാൽ തന്നെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഈ ഇറങ്ങി വന്നിരിക്കുന്ന ജെൻസി പറഞ്ഞ എന്താണ്? ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഡിവൈഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കല്ലേ? അത് മോദിക്ക് എടുക്കാൻ പറ്റുന്ന മുദ്രാവാക്യമാണോ? അത് അമിത്ഷായ്ക്ക് എടുക്കാൻ പറ്റുന്ന മുദ്രാവാക്യമാണോ? അത് മോഹൻ ഭാഗവതിന് എടുക്കാൻ പറ്റുന്ന മുദ്രാവാക്യമാണോ? ഈ ജന്തർ മന്ദറിൽ വന്നിട്ടുള്ള ചെറുപ്പക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യവും RSSന് എടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് RSS അവരുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ, സംഭാഷണത്തിൻ്റെ, സമന്വയത്തിൻ്റെ ഒക്കെ ഒരു ഭാഷ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് 100% തട്ടിപ്പാണ്. തട്ടിപ്പാണെന്ന് പറയാൻ കഴിയും. അതെടുത്താൽ പിന്നെ RSS ഇല്ല. ഈ ജന്തർ മന്ദറിൽ വന്ന കുട്ടികൾ പറയുന്നത് സമഭാവനയുടെ, കൂടിച്ചേരലിൻ്റെ, കലരലിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തോട് സംവദിക്കാൻ RSSന് പറ്റുകയില്ല. RSS സംവദിക്കുന്നൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ഫേക്ക് ആയിട്ടുള്ള സംഗതി ക്രിയേറ്റ് ചെയ്യാണ്. RSSനെ കൊണ്ട് പറ്റില്ല. കാരണം RSS 100 വർഷങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ഏകാധിപത്യത്തിൻ്റെ, ഏകമതാധിപത്യത്തിൻ്റെ, മതരാഷ്ട്രത്തിൻ്റെ സിദ്ധാന്തമാണ്. അതും കുട്ടികളുടെ ഈ ഡൈവേഴ്സിറ്റി തമ്മിൽ എവിടെ യോജിക്കാനാണ്? അല്ലെങ്കിൽ തന്നെ ഇപ്പം RSSൻ്റെ ചീഫ് പറഞ്ഞു കേട്ട് RSSൻ്റെ പ്രവർത്തകരോ അതിനെ ഇന്നലെ വരെ പിന്തുണച്ചവരോ നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. ചീഫ് ഒരു നമ്പർ ഇടുകയാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, ഓർഗനൈസർ എന്ന് പറഞ്ഞ മാഗസിൻ ആരുടെയാണ്? RSSൻ്റെ മാഗസിനാണ്. ആ ഓർഗനൈസർ മാഗസിൻ ഈ ജൻസികളുടെ സമരത്തെ എങ്ങനെ കൈകാര്യം ചെയ്തത്? ഈ ജൻസികളുടെ സമരം എന്ന് പറയുന്നത് ദേശവിരുദ്ധ താല്പര്യമുണ്ട്, വിദേശ താല്പര്യക്കാർ അത് ആസൂത്രണം ചെയ്യുന്നതാണ്. അവർക്കതിൽ പങ്കാളിത്തമുണ്ട്. ആ സമരത്തിൽ പങ്കെടുത്തവരെയും അതിനകത്ത് അഭിവാദ്യം അർപ്പിക്കാമെന്നവരെയും മുഴുവൻ പേരെ ആക്ഷേപിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്തവരെയും എല്ലാം ആക്ഷേപിച്ചു. അതിന് പിന്തുണ പ്രഖ്യാപിക്കാമെന്ന ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ MP അടക്കമുള്ള ആൾക്കാരെ എല്ലാവരെയും അതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരെ എല്ലാം ആക്ഷേപിച്ച് നീണ്ട ലേഖനവും സിദ്ധാന്തവും എഴുതിയ ഓർഗനൈസർ എവിടുന്ന് വരുന്നതാണ്? ഈ മോഹൻ ഭഗവതിൻ്റെ ആപ്പീസിൽ നിന്ന് അച്ചടിച്ചിറക്കുന്നതാണ്. അപ്പോൾ ഒരേ കാര്യം ചെയ്യുന്നു. മോഹൻ ഭഗവതിൻ്റെ ആപ്പീസിൽ നിന്ന് ഈ കുട്ടികളെ ദേശവിരുദ്ധർ എന്ന് സ്ഥാപിക്കുന്ന നീണ്ട ലേഖനമുള്ള സാധനം പ്രസിദ്ധീകരിക്കുന്നു. ഇപ്പുറത്ത് വേദിയിൽ വന്ന് മക്കളെ എന്ന് വിളിക്കുകയാണ് മോഹൻ ഭഗവത്, ജഗതി വിളിക്കുന്ന പോലെ. അപ്പുറത്ത് ചെയ്യുന്നു. അതാണ് നല്ല മുള്ളു തറച്ച ലാത്തയും പെല്ലറ്റ് ഗണ്ണും കൊടുത്ത് ആളെ ഇറക്കി വിട്ടിരിക്കുക ഈ സൈഡിൽ കൂടെ. ഇപ്പുറത്ത് വന്നിട്ട് കുട്ടികളെ നമുക്ക് കൈത്തറി കൊണ്ട് ഫ്രണ്ട്സ് നമുക്ക് കൈത്തറി ഉപയോഗിച്ച് ഇന്നത്തെ ദിവസം എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യാമെന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞ നമ്പർ ഇടുകയാണ്. ഇത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് കുട്ടികൾ. അല്ല, ഈ സർക്കാർ എന്താണെന്നും ഈ സർക്കാരിൻ്റെ നയം എന്താണെന്നും ആ നയത്തിൻ്റെ പതാകവാഹകർ ആരൊക്കെയാണെന്നും മോദി ആരാണെന്നും മോഹൻ ഭഗവത് ആരാണെന്നും നന്നായിട്ട് അറിയാവുന്ന കുട്ടികളാണ് ജന്തർ മന്ദറിൽ വന്നത്. അല്ലാതെ അവരവിടെ പോപ്കോൺ കഴിക്കാൻ വന്നവരല്ല. ഈ സർക്കാർ എന്താണ്, ഈ രാഷ്ട്രം എന്ന ആശയത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി, 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ രാഷ്ട്രം എന്താവണമെന്നാണ് നമ്മുടെ പൂർവ്വപിതാക്കൾ ആഗ്രഹിച്ചത്. അതിൻ്റെ മേലെ കൂടി ഈ കൂട്ടം ഏതൊക്കെയാണ് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കുന്ന പിള്ളേരാണ് അവിടെ വന്നത്. അവർ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ വേണ്ടി മാത്രം വന്നവരല്ല. അവർ വിളിച്ച മുദ്രാവാക്യങ്ങളേറെ മോദിക്കെതിരായിരുന്നു. കാരണം മോദി ഒരു ഓട്ടോക്രാറ്റാണെന്നാണ് അവർ ഇവിടെ വിളിച്ചു പറഞ്ഞത്, അവരെഴുതി കാണിച്ചത്. ആ മോദി അവരോട് എങ്ങനെ എൻഗേജ് ചെയ്യാനാണ്? ഞാൻ ആ പരിപാടിയൊക്കെ നിർത്താം, പ്രതിപക്ഷത്തിനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാം, ED ഉപയോഗിച്ചുള്ള വേട്ട അവസാനിപ്പിക്കാം, ഏറ്റവും ആത്യന്തികമായി വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വതന്ത്രമായി നിശ്ചയിക്കാം, അത് സ്വതന്ത്രമായിട്ടും നീതിയുക്തമായിട്ടും അതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകട്ടെ, ഫെയർ ഇലക്ഷൻ നടക്കട്ടെ എന്ന് ഈ ജൻസിയോട് പറയാൻ മോദിക്ക് പറ്റുമോ? അങ്ങനെ നടന്നാൽ പിന്നെ ഈ സംവിധാനം ഉണ്ടോ? ഇല്ല. ഈ അമ്പലങ്ങളും പള്ളികളും വെച്ചിട്ടുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കാം, കലാപങ്ങൾ അവസാനിപ്പിക്കാം, ഈ കന്നുകാലിയുടെ പേരിലുള്ള കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാം. പറയാൻ പറ്റുമോ? ഇതാണ് ഈ തലമുറ ഡിമാൻഡ് ചെയ്യുന്നത്. നിങ്ങൾ കന്നുകാലിയുടെ പേരിൽ ആളെ തല്ലിക്കൊല്ലാൻ പാടില്ല, നിങ്ങൾ ട്രെയിനിനകത്ത് കടന്ന് പോകുന്ന ആളുകളെ ബീഫ് കഴിച്ചു എന്ന് പേര് തല്ലിക്കൊല്ലാൻ പാടില്ല, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, സർവകലാശാലകളെ നിങ്ങൾ മലിനമാക്കാൻ പാടില്ല. ഈ ആവശ്യങ്ങളെ എടുക്കാനോ പരിഹാരമുണ്ടാക്കാനോ കഴിയില്ല ഈ ഭരണകൂടത്തിന്. കാരണം എല്ലാ ജനാധിപത്യത്തിൻ്റെ തുറസ്സുകളെയും അടിച്ചുടച്ച് അവിടെയെല്ലാം മതരാഷ്ട്രത്തിൻ്റെ ഇരുട്ട് കുത്തിക്കയറ്റാൻ വന്നിരിക്കുന്നവരാണിവർ. ഇവരെ കൊണ്ടത് പറ്റുകയില്ല. സോ അതുകൊണ്ട് അവർ ശ്രമിക്കുകയാണ്. ഒരു കാര്യം അജ്മസ് പറഞ്ഞ ശരിയാണ്, ഭയപ്പാട് കുടുങ്ങിയിരിക്കുന്നു ആദ്യമായി. കാരണം
നമുക്ക് ഇത്രയും കാലം പല സമരങ്ങളെ പല പേരിൽ ചാപ്പയടിക്കാമായിരുന്നു. ഒരു ചാപ്പയും ഏക്കാത്ത ഒരു സമരം, കാരണം എല്ലാവരും പങ്കെടുക്കുന്ന സമരം, എല്ലാ മതങ്ങളും പങ്കെടുക്കുന്ന സമരം, എല്ലാ ജാതി വിഭാഗങ്ങളും പങ്കെടുക്കുന്ന ഒരു സമരം മുന്നിലേക്ക് ഇരച്ചു വരികയാണ്. അവരുടെ കൂടെ ഓരോ ദിവസവും ആൾ കൂടുകയാണ്. മുള്ളു വെച്ച ലാത്തി കടിച്ചിട്ടും പെല്ലറ്റ് വെച്ചിട്ടും AK-47 എടുത്തിട്ടും പിള്ളേർ പോകുന്നില്ല, അവർ പിന്നെയും വരികയാണ്. അപ്പോൾ ചരിത്രബോധമുള്ള ആളുകൾ മോദിയോടും ഭഗവത്തിനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ സമരത്തിൻ്റെ ചരിത്രം എന്താണ്. ഇന്ത്യയിലും പുറത്തും അതന്നും ഇന്നും വിദ്യാർത്ഥികളുടെ സമരം വിപുലമാക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അത് കൈ നിൽക്കാൻ പോകുന്നില്ല. അവരെല്ലായിടത്തും രാഷ്ട്രീയത്തെ പുനർനിർണ്ണയിച്ചിട്ടുള്ള ആളുകളാണ്, ഇവിടെയും പുനർനിർണ്ണയിക്കും. നമുക്കിവിടെയുള്ള ഇന്ത്യൻ ആർമിയെ മൊത്തം ഇറക്കി വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നവരല്ല ഇവർ. സോ അതുകൊണ്ട് ഇന്ത്യ ഇപ്പോഴും ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്നും ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ പവർ ഒരു ഘട്ടത്തിൽ അവർ കർഷക സമരത്തിലൂടെ മനസ്സിലായതാണ് അവർക്ക്. അപ്പോൾ അത് വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നും, അതായത് ഇവർ തന്നെയും ഇന്ത്യയിലെ പോപ്പുലേഷനെ പല നിലയ്ക്ക് ഉപയോഗിക്കാൻ നമ്മൾ കാണുന്നുണ്ടല്ലോ, പല നിലയ്ക്കുള്ള ഹൂളിഗനിസത്തിന് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഇപ്പുറത്ത് നന്നായിട്ട് പ്രവർത്തിക്കും, ഇപ്പുറത്ത് പല ലക്ഷ്യങ്ങളോടെ അതിന് പ്രവർത്തിക്കാൻ കഴിയും. ചരട് നമ്മുടെ കയ്യിലല്ലാതിരിക്കുകയും ആൾക്കൂട്ടത്തിൻ്റെ ചരട് വേറൊരു ഗ്രൂപ്പിൻ്റെ കയ്യിലാവുകയും ചെയ്തിട്ടുണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് അവർക്കറിയാം. അവരുടെ പൊളിറ്റിക്സിലുണ്ടാകും ദുരന്തം. ആ ഭയപ്പാട് കുടുങ്ങിയിരിക്കുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മോഹൻ ഭാഗവത് ഇപ്പോൾ ജൻസിയുമായിട്ട് സംസാരിക്കുകയാണ്. ജൻസികൾ പറയുന്ന ഒരു വാക്ക്, ഒരക്ഷരം മോഹൻ ഭാഗവതിന് മനസ്സിലാവാൻ പോകുന്നില്ല. മനസ്സിലാവുന്ന പോലെ അദ്ദേഹം ആക്ട് ചെയ്യും. നരേന്ദ്രമോദി ഫോറിൻ സന്ദർശനമൊക്കെ പോയിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ആക്ട് ചെയ്യുന്നില്ലേ, അതുപോലെ അത് ജിക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. കാരണം കുട്ടികൾ പറയുന്നത് പുതിയ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് മനസ്സിലാവുന്ന ആൾക്കാരല്ല ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് അവർ ബുദ്ധിമുട്ടാൻ പോവുകയാണ്. ഈ ഇറങ്ങി വരുന്ന ആൾക്കാരെ തടയാനുള്ള ശ്രമം നടക്കും. ഇനി ഇപ്പോഴും ഇത് ഞങ്ങൾ നിങ്ങളെ കേൾക്കാൻ പോവാണ്, നിങ്ങളെ വിശ്വാസമാണെന്നൊക്കെ പറയുമ്പോഴും ഉള്ളിലുള്ളത് ഇവന്മാരെ എങ്ങനെ പൂട്ടാമെന്നുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടുന്നത്, ഇവരെ പിടിച്ച് അകത്തിടുന്നത്, ഇവർക്കെതിരെ ഗുരുതരമായ കുറ്റം ചുമത്തുന്നത്, ഇവരുടെ ട്രാക്ഷൻ തടയുന്നത് പോലുള്ള പണികളാണ് ഇനിയും പ്രതീക്ഷിക്കേണ്ടത്. ജൻസിയോടുള്ള സ്നേഹം എന്ന് പറയുന്ന സംഗതി അവർ പ്രതീക്ഷിക്കേ വേണ്ട. അവരെ പൂട്ടാനുള്ള പണി അകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് പുറത്ത് ചിരിച്ചു കാണിക്കുന്നു. നിങ്ങളില്ലാതെ എനിക്കെന്ത് ആഘോഷമെന്ന് ശ്രീനിവാസൻ മട്ടുപ്പാവിൽ പറഞ്ഞ പോലത്തെ ചിരിയാണ് ഈ ചിരി. അകത്ത് വേറെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം നല്ല ഓർമ്മയുണ്ടാവട്ടെ. അത് മനസ്സിലാക്കാനുള്ള ശേഷി ജൻസികൾ കൊണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്. അപ്പോൾ ഈ ജൻസി സമരം സംഘപരിവാരത്തിൻ്റെ അകത്തളങ്ങളെ കാര്യമായി ഉലച്ചിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷനായി നമുക്ക് ഈ പ്രതികരണങ്ങളെ കാണാം. എന്തായാലും ഇത് എങ്ങനെ വികസിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണാം.